അങ്ങനെ ഒരു ദിവസം എനിക്ക് അപ്പം തിരിച്ച് ഞാൻ കൊല്ലം ഡിപ്പോയിൽ നിന്ന് ട്രാൻസ്ഫറായി അങ്കമാലി പോയിട്ട് തിരിച്ച് വീണ്ടും ഇവിടെ കായംകുളം ഡിപ്പോയിൽ വന്നു. കായംകുളം ഡിപ്പോയിൽ വന്ന് അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പ്രമോഷൻ കിട്ടി. വെഹിക്കിൾ സൂപ്പർവൈസറായിട്ട് പെരുമ്പാവൂരിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അപ്പം ഞാനും ഭാര്യയും 2 കുഞ്ഞുങ്ങളും കൊച്ചു കുഞ്ഞുങ്ങളാണ്. അവർ ഇവിടെ തഴുവാ വീട്ടിൽ താമസമായി. അപ്പം ഭാര്യയ്ക്ക് കരുനാഗപ്പള്ളി സ്കൂളിൽ ജോലി ചെയ്യാം. അപ്പോൾ ട്രാൻസ്ഫർ വലിയ ബുദ്ധിമുട്ടായിട്ട് പെരുമ്പാവൂരിന് വിടുവല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പത്മനാഭനെ ഒന്ന് കണ്ടുകളയാം, വല്ല മാർഗം ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാൻ അല്ലെ അടുത്ത് കിട്ടാനോ. അങ്ങനെ അവിടെ ചെന്ന് തിരക്കാം. അത് പറഞ്ഞല്ലേ, ഫോണിൽ ഇത്രയും വലിയ സൗകര്യം മൊബൈലൊന്നും വന്നില്ല. അങ്ങനെ ഏതായാലും ബസ്സിനകത്ത് കേശവദാസപുരത്ത് ഇറങ്ങി ഒരു കടയിൽ കയറി ഫോൺ ചെയ്തു വീട്ടിലേക്ക്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ എടുത്ത് ഞാൻ ചോദിച്ചു ഇപ്പോൾ എവിടെ ഉണ്ട്, രായനെ ഒന്ന് കാണാനായിട്ട് ഞാൻ പറഞ്ഞതാണ്, എവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ അവർക്കറിയാം ഞാനാണ് വിളിക്കുന്നതൊക്കെ. അവർ പറഞ്ഞ് കാണാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും, എങ്കിലും ചിത്രാഞ്ജലിയിലുണ്ട്. ആരെ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞ അതായിക്കോട്ടെ, എന്നാലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ആൾ പറഞ്ഞ് എപ്പോൾ വന്നാലും അന്വേഷിക്കുകയോ പറയുകയോ കഥ എഴുതിക്കൊണ്ടിരിക്കുക പോലും അഥവാ അന്വേഷിക്കാതെങ്കിൽ അവരെ വിട്ടേക്കണം, വരാൻ വിടണം, ഞാനിരിക്കുന്നിടത്ത് പറഞ്ഞയക്കണം. അങ്ങനെ ചിത്രാഞ്ജലിയിലുണ്ടെന്ന് പറഞ്ഞു. ചിത്രാഞ്ജലി ചെന്നാൽ അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും, അവർ കയറ്റി വിടത്തുമൊന്നുമില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ അതിനെന്താ മാർഗം, അതിന് ചെന്നിട്ട് ചോദിക്കണം, ധൈര്യമായിട്ടൊക്കെ ചോദിക്കണം, പത്മനാഭനുണ്ടോ എന്ന് ചോദിക്കണം. അങ്ങനെ എന്നോട് പറഞ്ഞു അങ്ങനെ ചോദിക്കണം. ശരി എന്നാൽ അങ്ങനെ ആട്ടെ. അവിടെ ചെന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ വാതൊക്കെ ചെന്നു. അപ്പോൾ ഒരുപ്പെട്ടൊക്കെ ഈ സെക്യൂരിറ്റിയോട് പറഞ്ഞയക്കും, വാതിക്കൽ അവിടെ നിൽക്കാൻ പോലും സമ്മതിക്കാത്തതായി. അത്ര ഇതാണ്, സെക്യൂരിറ്റിയാണത്. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് ഒരാളിനെ കാണാനായിട്ട് വന്നതാണ്, പത്മനാഭനെ കാണാനാണ്. അപ്പോൾ അയാളെന്നെ ആടി മുന്നിൽ നോക്കിയിട്ട് പത്മനാഭൻ എന്ന് പറയാനുള്ള ഒരു ആൾ മോശക്കാരനായിരിക്കത്തില്ല. അമ്മാ വിളിച്ചു കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ ഇരി, അവിടുത്തെ ഡ്യൂട്ടി അല്ല കഴിയുമ്പോൾ ഇതിനകത്തുണ്ട്, ഇതിനകത്തുണ്ട്, ഇവിടെ വെച്ച് കാണാം, വെളിയിലിരുന്നാൽ മതി, കയറ്റി വിടത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഒരു ആൾ ഡോറ് തുറന്ന് ഈ കാപ്പി മേടിക്കാനുള്ള ആ കേത്തലുമായിട്ട് ഡോറ് തുറന്ന് വെളിയിലോട്ടിറങ്ങി. അപ്പം ഞാൻ നോക്കിയപ്പോൾ മോഹൻലാലിൻ്റെ സൗണ്ട് കേൾക്കാം. ഞാൻ അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് എത്തി നോക്കിയപ്പോൾ രായൻ എന്നെ അവിടെ നിന്നുകൊണ്ട് കണ്ട് പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് എന്നെ അങ്ങ് വിളിപ്പിച്ച് ചെന്ന്. അപ്പോൾ മോഹൻലാൽ അവിടെ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുക, സ്ക്രീനിൻ്റെ പുറകെ നിന്ന് ഡബ്ബിങ് നടന്നു. ഈ സ്റ്റോപ്പ് പറഞ്ഞാൽ എന്താ അതറിയാൻ എന്നെ വിളിച്ച് കൂടെ അങ്ങ് ഇരുത്തി വിളിയാണ്. അപ്പോൾ ചോദിച്ചാൽ എന്താ പറഞ്ഞതെന്നറിയാമോ? അപ്പോഴത്തെ മോഹൻലാൽ ഓടി ഇഞ്ചു വന്നിട്ട് പറഞ്ഞ് പപ്പേട്ടാ എൻ്റെ 6 മണിയാകുമ്പോൾ എന്നെ വിടണേ, എനിക്ക് തൊണ്ട വേദന എടുക്കുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായി ഈ സിനിമ അഭിനയിക്കുന്നതിനെക്കാട്ടി പാടാണ് ഈ ഡബ്ബിങ്. കാരണം ഒരു പ്രാവശ്യം പത്മനാഭൻ്റെ പടത്തിലൊന്നും അങ്ങനെ അദ്ദേഹം എന്ന് പറയുന്നതൊക്കെ പുള്ളി കയറുമായിരിക്കും, എങ്കിലും സംഭാഷണത്തിൽ ഒരു വ്യത്യാസം വരും വരാൻ പാടില്ല. അത് പല പ്രാവശ്യം പറഞ്ഞതിന് ശേഷമായിരിക്കും ഓക്കെ പറയിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് കിട്ടണം, അതേ രീതിയിൽ വരെ അവരെ കൊണ്ട് പറയിപ്പിക്കും. മോഹൻലാൽ അല്ല മമ്മൂട്ടി ആയാലും ശരി. അങ്ങനെ വന്നിട്ട് ഓടി വന്നിട്ട് പരാതി പറയുന്നത് വേണ്ട, തൊണ്ട വേദന എടുക്കരുത്. അപ്പോൾ പുറകെ പോകാൻ പറഞ്ഞു, വീട്ടിൽ തുടങ്ങി. അപ്പോൾ അത് നമുക്ക് പാർക്കാൻ മുന്തിരി തോപ്പ് ആ സിനിമയുടെ ഇതാണ് ആ ഡബ്ബിങ്, ആ സംഭാഷണം പിടിക്കുന്നത്. വീണ്ടും 6 മണിക്ക് തന്നെ സ്റ്റോപ്പാക്കി. അപ്പം ഞാൻ പോയത് എൻ്റെ ഈ ട്രാൻസ്ഫറിൻ്റെ കാര്യം പറയാനില്ലേ. അപ്പോൾ എന്താണ് ആ വിശേഷം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞാൽ ഉണ്ട്, പറയാം, കുറച്ച് കഴിയട്ടെ. എന്നാൽ ഞാൻ പറഞ്ഞില്ല, നാളെ രാവിലെ ഞാൻ പോകുന്നോളൂ. വളരെ സന്തോഷം, നാളെ രാവിലെ പോയാൽ മതി, വീട്ടിൽ പോവാം. പക്ഷേ ഞാനിപ്പോൾ അങ്ങോട്ട് വരത്തില്ല, നീ നേരെ വീട്ടിലോട്ട് പൊയ്ക്കോ. ഞാൻ അങ്ങനെ കാറെടുത്ത്, അതൊരു ഫിയറ്റ് വണ്ടിയാണ്. ആ ഫിയറ്റ് വണ്ടി ഞാൻ പോയി വാങ്ങിച്ച് കൊടുത്തതാണ്. അങ്ങനെ ഒന്നിച്ച് ഞങ്ങൾ പോയി മദ്രാസിൽ പോയൊക്കെ എടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന കൂട്ടത്തിലുള്ളതാണ്. ആ ഫിയറ്റ് വണ്ടിക്കകത്ത് പുറകിലത്തെ സീറ്റ്
അതാണ് അവിടുത്തെ ഒരു എന്നോടുള്ള ആ സ്നേഹവും ബഹുമാനവും ഒക്കെ പറയുന്നത് അവിടെയൊക്കെ എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ പുറകിലത്തെ സീറ്റ് ഫിയറ്റ് വണ്ടിയല്ലേ, കൊച്ചു വണ്ടിയല്ലയോ. ആദ്യമേ മോഹൻലാൽ കയറിയാൽ തിരിച്ചെന്നോട് വണ്ടി കയറണമെന്ന് പറഞ്ഞു. ഞാനും കയറി. അതിൻ്റെ ഇപ്പുറത്ത് രായനും. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ ആ ചാലയിൽ വിടണേ, എനിക്ക് അത്യാവശ്യമായിട്ട് ചാലയിൽ ഇറങ്ങി ഒരു അളിയൻ ഉണ്ട്, അയാളുടെ വീട്ടിൽ പോയിട്ട് അയാളെ ഒന്ന് കാണണം. ചാലയിൽ ഇറങ്ങി വരും എന്തിനുള്ള ഞാൻ പറഞ്ഞു, ഇതുപോലെ ഒരു അളിയനുണ്ട്, അയാളെ ഒന്ന് കണ്ടിട്ട് ഞാൻ വൈകിട്ടങ്ങ് രാത്രി സന്ധ്യയ്ക്ക് അങ്ങ് വരാം. വരുമോ, നീ ഉറപ്പാണോ, അത് ഇന്നളത്തെ പോരാണ്? ഇല്ല, ഞാനിത് വരാമെന്ന് പറഞ്ഞു. എനിക്ക് വേറെ കാര്യമുണ്ട് നിന്നിട്ട്. ശരി, എന്നാൽ അങ്ങനെ അട്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ചാലയിൽ കൊണ്ടു വന്നിട്ട് ഡോറ് തുറന്നു വന്നിട്ട് പത്മനാഭൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ ഇടയ്ക്കല്ലേ ഇരിക്കുന്നത്, പത്മനാഭൻ ഇറങ്ങി തന്നെ എനിക്ക് അങ്ങോട്ട് ഇറങ്ങണം. അപ്പോഴുണ്ട് അവിടെ ഒരു ഷോപ്പിംഗ്, അതായത് വലിയൊരു ജോളിക്കടയുടെ വാതിക്കലായി നിർത്തിയത് ചാലയില. അതിൽ നിന്ന് നിർമ്മലൻ തമ്പി സാറും ഭാര്യയും 2 കുഞ്ഞുങ്ങൾ മക്കളും ആയിരിക്കും, 2 മോളുമായിട്ടൊക്കെ ഇങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നു. അപ്പോൾ ഞാനിത് അദ്ദേഹത്തിനെ കണ്ടപ്പോഴത്തേക്ക് 2 കൈ 2 തറ്റം കഴിച്ചിട്ടിട്ട് 2 കൈ എടുത്തങ്ങ് തൊഴുതു. അപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി, ഇവർ ട്രാൻസ്പോർട്ടുകാരനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവർ വന്ന് വണ്ടിയിൽ ഞാൻ ഇറങ്ങി പോയപ്പോൾ ഉള്ളിൽ കൂടെയുള്ള പിള്ളേർ പറയുന്നത് മോഹൻലാൽ അവർ പറഞ്ഞു. അങ്ങനെ അവർ കണ്ടു തന്നെ. അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി മോശക്കാരനല്ല ഇവർ, പത്മനാഭൻ്റെ കൂടെ വന്നേച്ച് ഇറക്കി വിട്ടതല്ലേ. എന്താ പ്രശ്നം, എന്തുവാ? ഞാൻ പറഞ്ഞു, എനിക്കൊരു ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. എന്തുവാ, ഗ്രേഡ് എന്തുവാ? ഞാൻ പറഞ്ഞു, വെഹിക്കിൾ സൂപ്പർവൈസറായിട്ട് പറഞ്ഞു. വെഹിക്കിൾ സൂപ്പർവൈസറോ? എത്ര കാലം സർവീസ് ഉണ്ട്? അപ്പോൾ ഞാനിച്ചിരി ചെറുതല്ലേ, അതുകൊണ്ട് അങ്ങനെ അവർ പെട്ടെന്നൊക്കെ അംഗീകരിക്കത്തില്ല. കാരണം 21ാമത്തെ വയസ്സ് ട്രാൻസ്പോർട്ടിൽ കയറിയതാ. അപ്പോൾ ഇത്രയും കൊല്ലമായപ്പോൾ പ്രമോഷനായി. പിന്നെ 10-15 കൊല്ലം ചില്ലറയുണ്ട് പ്രമോഷൻ, വെഹിക്കിൾ സൂപ്പർവൈസറായിട്ട് പ്രമോഷനായി. അദ്ദേഹത്തിനത് കേട്ടിട്ട് അതിശയം. ശരി, അത് പോയതാ. ഞാൻ പറഞ്ഞു, അത് പത്മനാഭനാണ് പോയത്. പത്മനാഭനും മോഹൻലാലും അതിനകത്തുണ്ടായിരുന്നു. ശരി, അപ്പോൾ നാളെ രാവിലെ ഓഫീസിലോട്ട് വന്നേക്കാൻ പറഞ്ഞു, ചീഫ് ഓഫീസിലോട്ട്. അതേപോലെ നിർമ്മൽ തമ്പി സാറാണ്. തമ്പി സാറ് ജനറൽ മാനേജരാണ്, KSRTCയുടെ ജനറൽ മാനേജരാണ്. അദ്ദേഹം എന്നോട് പറയുന്നത് നാളെ രാവിലെ ഓഫീസിലോട്ട് വന്നേരെന്ന് പറഞ്ഞ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. ഞാനത് കേട്ടപ്പോഴത്തെ രാജ്യം കിട്ടിയ വാശിയായി പോയി നേരെ പത്മനാഭൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ എന്നോട് അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞിട്ടാ, ഞാനിപ്പോൾ പോവുക, നീ ഈ മുറി കിടന്നോളാം. പല ആളുകളും ഫോൺ വരുന്ന വീട്ടിലെത്തി. ചിലപ്പോൾ IV ശശിയുടെ ഫോൺ വരും അതിനകത്ത്. അപ്പോൾ പറയണം, പിന്നെ ഞാനില്ലെന്ന് പറഞ്ഞേക്കണം. ഞാനും അപ്പുറത്ത് കിടന്ന് പറഞ്ഞു, ഞാനില്ലെന്നൊക്കെ പറഞ്ഞേക്കാൻ പറഞ്ഞു. ശരി, അങ്ങനെ ആട്ടെന്ന് പറഞ്ഞു. കാര്യം അവരെയൊക്കെ ഈ മോഹൻലാലും മമ്മൂട്ടി എൻ്റെ കയ്യിലിരിക്കുക. അവരെ അങ്ങോട്ട് വിട്ടുകൊടുത്താലേ തിരിച്ചവരെ ഇങ്ങോട്ട് തരത്തില്ല. എൻ്റെ പണം വീണ്ടും ഇതാകും. അതുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞു. ശരി, എന്നാൽ അങ്ങനെ ആട്ടെ. ഞാൻ ഓരോരുത്തരും ഫോൺ ചെയ്യും. ഞാൻ അത് എടുക്കുന്നവരോടൊക്കെ ആരാണെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാം, ആൾ സ്ഥലത്തില്ല, പോയിരിക്കുകയാണെന്ന് പറയും. അങ്ങനെയെല്ലാം ഒഴിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചാ, നീ വന്ന കാര്യം പറ. ഞാൻ പറഞ്ഞു, വന്ന കാര്യം ഞാൻ സാധിച്ചു, അതിന് ഇയാൾ അനുവാദം അങ്ങേറ്റൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരും അതെന്താ? ഞാൻ പറഞ്ഞ്, ഞാൻ വന്ന കാര്യം സാധിച്ചു കിട്ടിയായിരിക്കും. എടാ എന്തുവാന്ന് എന്നോടൊന്ന് പറ. ഞാൻ പറയാം. എന്നെ ആ ചാലയിൽ ഇറക്കിയപ്പോഴേ തമ്പി സാറ് ട്രാൻസ്പോർട്ടിൻ്റെ ജനറൽ മാനേജരല്ലേ, അദ്ദേഹം ഇവിടെ ഷോപ്പിംഗ് കഴിഞ്ഞ പിള്ളേരുമായിട്ട് ഇറങ്ങി വന്നപ്പോൾ എന്നെ കണ്ട് ഞാൻ അവിടെ വെച്ച് വിവരമൊക്കെ പറഞ്ഞു. എനിക്ക് പ്രൊമോഷൻ ട്രാൻസ്ഫറായി പെരുമ്പാവൂരില്ല. എന്നോട് നാളെ രാവിലെ அவங்க ഓഫീസിൽ ചെന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇനി ഇയാളുടെ ഔദാര്യമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആയല്ലോടാ, ശരി, എന്നാൽ അങ്ങനെ ആട്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടെ രാവിലെ വീട്ടിൽ നിന്ന് കാപ്പി കുടി കഴിച്ചെല്ലാം ഇറങ്ങി. അന്ന് വീണ്ടും ഈ എവിടെയോ ഷൂട്ടിങ്ങിന് പോകണം. എന്നെ അങ്ങ് ട്രാൻസ്പോർട്ട് ഓഫീസ് അവിടെ ചീഫ് ഓഫീസിൽ ഇറക്കി. ഞാൻ അവിടെ പോയിരുന്നു. തമ്പി സാറ് 11-12 മണിയായപ്പോൾ വന്നപ്പോൾ അദ്ദേഹം പാപ്പനക്കോട്ട് പോയേക്കുകയാണെന്ന് പറഞ്ഞു. വന്ന് എന്നെ അതിനെ കാണും. എനിക്കതെല്ലാം ചാടി എണ്ണീറ്റ് ഞാനും എണ്ണീറ്റ് തൊഴുത്. അത് അവരുടെയൊക്കെ കണ്ണുകളെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നവരെയൊക്കെ പെട്ടെന്നായിരിക്കും അവർ മനസ്സിലാക്കും. അപ്പോൾ എന്നോട് ഇങ്ങനെ കൈ കാണിച്ചു എല്ലാവരും. ഞാനകത്ത് കയറിച്ചത് കൊടുത്ത പേപ്പറിനകത്ത് വായിച്ച് നോക്കിച്ച്
എന്നെ കരുനാഗപ്പള്ളി ഇപ്പം ഡിപ്പോ തുടങ്ങാൻ പോകുന്നു. അവിടുത്തെ ആദ്യത്തെ വെഹിക്കിൾ സൂപ്പർവൈസറായിട്ട് അവിടെ നിയമിച്ചേക്കാരും കരുനാഗപ്പള്ളി തുടങ്ങുന്ന കാലം വരെ കൊല്ലത്ത് കായംകുളത്ത് തന്നെ പ്രമോഷനാക്കി നിർത്തിയേക്കാരും. അങ്ങനെ ഒരു ഓർഡറും ആരും എഴുതാറില്ല. വളരെ അപൂർവമായി ഇതൊരു ഒരു ഒരു പ്രത്യേക രീതിയാണ് എഴുതിയേക്കുന്നത്. അതായത് കായംകുളത്ത് തന്നെ നിർത്തിക്കോണം. കരുനാഗപ്പള്ളി തുടങ്ങിയില്ല, ഞാൻ കായംകുളത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. കരുനാഗപ്പള്ളി തുടങ്ങുമ്പോൾ അവിടുത്തെ ഫസ്റ്റ് വെഹിക്കിൾ ഇൻസ്ട്രക്ടറായിട്ട് അവിടോട്ട് വിട്ടേക്കണം, വെഹിക്കിൾ സൂപ്പർവൈസറായിട്ട് അവിടെ വിട്ടേക്കാറ്. അങ്ങനെ ആദ്യം കരുനാഗപ്പള്ളി ഡിപ്പോ തുടങ്ങുമ്പോൾ ആദ്യത്തെ വെഹിക്കിൾ സൂപ്പർവൈസറാണ് ഞാൻ അവിടുത്തെ. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ഒഴിവാക്കി കിട്ടി, ഭാഗ്യം. തിരിച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഞാനറിയുന്നില്ല, അപ്പോൾ ഒരു പശുവുണ്ട്. സാധാരണ ഒരു ഗ്രാമപ്രദേശമാണ് നമ്മുടെ വീട്. അതിനപ്പുറത്ത് നമ്മുടെ പഴയ വീടുണ്ട്. ഇപ്പുറത്ത് ഒരു വീട് ഞാൻ എൻ്റെ ആഗ്രഹത്തിന് ഈ പാറ വെച്ച് പണിത് ഒരു വീട്. ഞാനറിയുന്നില്ലല്ലോ. ഞാൻ ആ പശുവിനെ കിഴക്ക് വശത്ത് പശുവിനെ എഴുത്തിന് കെട്ടാൻ നേരമുണ്ട്. ഒരാൾ തെക്ക് വശത്ത് പോയത് മഴയായിരുന്നു, ടവല് തലയിൽ വെച്ച് കൊണ്ട് ഈ വീടിൻ്റെ ആ ഭംഗി വളരെ ഇതായിട്ട് ഞാൻ ഇച്ചിരി പാറ വെച്ച് കുറച്ച് പണിയിപ്പിച്ചിട്ടുണ്ട് അവിടെ. പാറ വെച്ചാണ് അത് പണിതേക്കുന്നത്. പുറത്ത് കംപ്ലീറ്റ് പാറ അടിച്ച് കെട്ടിയിരിക്കുക. അപ്പോൾ അത് പുള്ളിക്കാകോ ഭയങ്കര ഇഷ്ടമായത്. അത് കണ്ടിട്ട് പറയുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വടക്ക് വശത്ത് പോയിരുന്നു നോക്കി ഈ വീടിൻ്റെ ഭംഗി. അപ്പം ഞാനിതാരാന്ന് വെളുപ്പുറത്ത് വന്നപ്പോൾ കാറ് കിടക്കുന്നത് ഫിയറ്റ്. എല്ലാവരും അവരെ ഫാമിലി എല്ലാവരും കൂടെ വന്നതാണ്. അമ്മയും അച്ഛനും 2 മക്കളും കൂടെ വന്നു. അപ്പോൾ പറഞ്ഞ എന്നോട് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ഫോട്ടോ എടുക്കണം. ഞാൻ പറഞ്ഞാൽ അപ്പുറത്തൊരു സ്റ്റുഡിയോക്കാരുണ്ടായിരുന്നു, അവനൊക്കെ പോയി. പണി അച്ഛനെ ഇല്ലയോ, അവരൊക്കെ പോയിട്ടുണ്ട്. അത് സാധനം ഞാൻ ക്യാമറ കൊണ്ടുപോയിട്ടുണ്ട്, അതൊക്കെ അത്യാവശ്യം എടുത്തോളാം. നമ്മുടെ ഫാമിലി ഫോട്ടോ എടുക്കാനാണ് വന്നത്. ശരി, അങ്ങനെ ആട്ടെ. ആ ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പോൾ പിന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കുമല്ലോ. അറിയിപ്പിക്കാതായി വന്നതൊക്കെ ഭക്ഷണം റെഡിയാക്കി. അന്ന് ഭാഗ്യത്തിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഈ പത്മനാഭന ഒരു ആഹാരക്കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നാലും ശരി നമ്മുടെ വീട്ടിലെന്ത് കാണുന്നത്. അങ്ങനെ നല്ല ഈ കരിമീനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതെൻ്റെ ഭാര്യ ഏതോ ഒരു പ്രത്യേക പള്ളിക്കോ എടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ ഇവിടെ വന്നിട്ട് രാത്രിയാകുന്നത്. അപ്പം ഭാഗ്യത്തിൽ നല്ല മീനുണ്ടായിരുന്നു, കരിമീൻ ഇതുപോലെ പൊള്ളിച്ച്. എൻ്റെ ഭാര്യ പ്രത്യേകിച്ചൊരു നല്ലോണം പാചകം ചെയ്യും, അതൊരു സത്യമാണ്. അപ്പോൾ അങ്ങനെ പത്മനാഭനാൾ വളരെ ഇഷ്ടപ്പെട്ടു. ഇതിനിടയ്ക്ക് വേറൊരു കാര്യം, ഈ കാര്യങ്ങൾ ഞാനും പത്മനാഭനും ഇവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അപ്പുറത്തെ മുറിക്കകത്ത് ഒരടി ബഹളം. ആര് നമ്മുടെ ഈ പത്മനാഭനും പെങ്ങളും കൂടെ രണ്ടും കൂടെ ക്യാമറയ്ക്ക് വേണ്ടി രണ്ടും കൂടെ അടിയെടുത്തു. എന്നാൽ ഒരു കൊച്ചു പിള്ളേരാണ് അത്. അപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടി രണ്ടും കൂടെ അടിയെടുത്തു. അതായത് നമ്മളെ ഇന്നത്തെ പത്മനാഭനും പെങ്ങളും കൂടെ. അപ്പം ഞാൻ പറഞ്ഞു, അല്ല ഇതെന്തോ രണ്ടും കൂടെ അടിയിടുക. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ അടിച്ചോട്ടെ, അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതെന്താ അവർ തമ്മിൽ അടിച്ചോട്ടെ. ഇപ്പോഴവരടിച്ചു കഴിഞ്ഞാൽ വളർന്നു വരുമ്പോൾ അവർ തൻ്റെ കൂട്ടുകാരായി. ഏതായാലും ഒരു സമയത്ത് രണ്ടും ഉണ്ടാകണം. എൻ്റെ വീട്ടിൽ അതുപോലെയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ ഒരിക്കലും മോളും ആണുള്ളത്. മോനുള്ളതാ മോള് ഇപ്പം ഇവിടെ സ്കൂളിൽ ജോലി ചെയ്യുന്നത്, ഒരു സെൻട്രൽ സ്കൂളിൽ അവിടെ ജോലി ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ അവൾ ജോലി ചെയ്യുന്നത്. മോനെ ഞാൻ പറഞ്ഞല്ലോ കായംകുളത്ത് MSN കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് സുവോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നത്. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ 2 കുഞ്ഞുങ്ങളും നല്ല നിലയിലെല്ലാം ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കരിമീൻ്റെ കാര്യം അപ്പോൾ ഞാൻ യാത്രയാക്കി വിട്ടു. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഉണ്ട്. അപ്പോൾ അത് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിച്ച് അവിടെ അത് അവസാനത്തെ ഒരു ഇതുപോലെ. അപ്പോൾ എനിക്ക് ഇതിനിടയ്ക്ക് ലതയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ ട്രാൻസ്ഫർ വന്നു. ലതയ്ക്ക് കരുനാഗപ്പള്ളി ഹൈസ്കൂളിൽ നിന്ന് ഡിവിഷൻ പാട് വന്നപ്പോൾ ഒരു സദാനന്ദപുരം ഹൈസ്കൂളിലേക്ക് ട്രാൻസ്ഫറായി. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്.
സാധാരണ ഹൈസ്കൂളെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയ്ക്ക് അപ്പുറത്താണ്. നമ്മുടെ വീട് ഇവിടെ തഴുവ കരുനാഗപ്പുള്ള. യാത്രാ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പത്മനാഭപിള്ള വന്ന് ഉള്ളപ്പോഴാണ് എന്നോട് ചോദിച്ചു. ആദ്യം ഞാൻ വിട്ടുപോയതാണ് പറയാം. എന്നോട് ചോദിച്ചു, നീ എന്താണ് ടൂ വീലർ മേടിച്ചോ? ഞാൻ പറഞ്ഞ ഒരു ടൂ വീലർ മേടിച്ച അയാളെ ബസ് സ്റ്റാൻഡോട്ട് കൊണ്ട് വിടാമല്ലോ എന്ന് എഴുതിയൊക്കെ വാങ്ങിച്ചതാണ്. അപ്പം അങ്ങനെ ടെമ്പററി ആയിട്ട് മുഖോക്കാവിന് പടിഞ്ഞാറുള്ള ഒരു സ്കൂളിൽ ജോലി ആക്കി കിട്ടി. അങ്ങനെ ആ കളരിവാതൊക്കെ സ്കൂളെന്ന് പറയും, അവിടെ ജോലിക്ക് പോകാനായിട്ട് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഈ ഒരു മോട്ടോർ സൈക്കിളാണ് വാങ്ങിച്ചത്. അതിപ്പോഴും അപ്പുറത്തിരിപ്പുണ്ട്. ആ മോട്ടോർ സൈക്കിളിന് ഇപ്പോൾ 54 വയസ്സുണ്ട്. 54 വർഷം പഴക്കമുള്ള ഇംഗ്ലണ്ട് സെറ്റോട് കൂടിയുള്ളൊരു മോട്ടോർ സൈക്കിളാണ് ബുള്ളറ്റ്. ഇപ്പം ഞാനത് ഉപയോഗിക്കത്തില്ല, പക്ഷേ മോനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ചില സമയത്തൊക്കെ. ചില സമയത്ത് കോളേജിലൊക്കെ അവർ കൊണ്ടുപോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെല്ലാവരും കൂടെ അതിൽ കയറി അങ്ങോട്ട് പിടിക്കും ഇങ്ങോട്ട് പിടിക്കുകയൊക്കെ വന്നിട്ട്, അതുകൊണ്ട് പിന്നെ നമുക്ക് കോളേജിൽ അത് കൊണ്ടുപോകത്തില്ല. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് വണ്ടി. കാരണം വർഷം ഇത്രയും പഴക്കമുള്ളതില്ല. 54 വർഷമായി. 68 വണ്ടിയാണ്. അപ്പോൾ അത് അപ്പുറത്തിന് പോകുന്നു. ശരി, തിരിച്ച് ലതയ്ക്ക് ട്രാൻസ്ഫർ വന്നല്ലോ. വീണ്ടും ആ സ്കൂളിൽ നിന്ന് മറ്റിടത്തോട്ടാണ് ഈ സാധാരണ ദൂരത്തേക്കായി. അപ്പം ഞാൻ കാര്യം ഒന്ന് പറയാനായിട്ട് അവിടെ ചെന്നു. ചേട്ടോടെ പറഞ്ഞാൽ സാരം എഴുതി ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊണ്ടുവന്നു. അതുകൊണ്ട് അത് അവിടെ ജേക്കബ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് ജേക്കബാണ്. അദ്ദേഹത്തിനെ അവിടെ കൊടുത്തു പോകണമെങ്കിൽ പോവും, ഇല്ല അവിടെ കൊടുത്തു തരുന്നു. ഞാൻ നോക്കിക്കോളാം. അപ്പോൾ പറഞ്ഞതുപോലെ എൻ്റെ ഒരാൾ വരുന്നുണ്ട്, നോക്കണം, വേണ്ടത് ചെയ്തേക്കാം. ശരി, അങ്ങനെ ആട്ടെന്ന് പറഞ്ഞത്. ഞാൻ ചെന്നപ്പോൾ തന്നെ അദ്ദേഹം അത് വാങ്ങിച്ചിട്ട് ട്രാൻസ്ഫർ മേ ബി ഗിവൺ അതിൻ്റെ സൈഡിൽ എഴുതി വെച്ച് എന്നോട് എൻ്റെ ഈ തന്നിട്ട് പറഞ്ഞു കൊല്ലം DD കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാനത് കൊണ്ട് വലിയ ദൈവാധീന ഉപകാരമായല്ലോ, സാധിച്ചല്ലോ എന്ന് കരുതി കൊണ്ടുവന്ന് കൊല്ലം DD കൊടുത്തു. DD കൊടുത്തപ്പം DD പറഞ്ഞ് മേടിച്ചവിടെ വെച്ചെല്ലാം നോക്കി വെച്ച് അവിടെ വെച്ചിട്ട്, അദ്ദേഹം ഇവിടെ അപ്പുറത്തെ സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ടുള്ള ആളാണ്. അദ്ദേഹം പിന്നെ DD ആയി. നമുക്ക് വളരെ പരിചയം വളരെ ഇത് ഉള്ള ആളാണ്. പക്ഷേ അദ്ദേഹം അത് ചെയ്തു തന്നില്ല. 1 മാസം കഴിഞ്ഞ്, അതുവരെ അപ്പം ലീവ് എടുത്ത് നിർത്തിയിരിക്കുകയാണിത്. 1 മാസം കഴിഞ്ഞ് 2 മാസമായിട്ടും ഈ കാര്യം ശരിയാകുന്നില്ല. ഞാൻ അവസാനം അദ്ദേഹത്തോട് ചോദിച്ച്, സാറേ ഇതെന്താ ഒക്കത്തില്ലയോ എന്ന് പറ. അത് എനിക്കിതിനകത്തൊന്നും ചെയ്യാനൊക്കെ. ഞാൻ എന്താ കാര്യം? എന്നാൽ പിന്നെ സാറ് നേരത്തെ ഇതൊക്കെ പറഞ്ഞു വിടാം, എന്താ കാര്യം? അത് ട്രാൻസ്ഫർ മേ ബി ഗിവൺ പറഞ്ഞാൽ എഴുതി തന്നിരുന്നത്. ഞാൻ പിന്നെ എന്ത് പിന്നെ എഴുതണം? ട്രാൻസ്ഫർ ഷുഡ് ബി ഗിവൺ എഴുതിയിരുന്നെങ്കിൽ ഞാൻ ആ സെക്കൻഡ് കുമാരിയാറിലേക്ക് ഈ സ്കൂളിൽ കൊടുത്തേനെ എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ശരി, ഞാനത് 10,000 രൂപയ്ക്ക് ഇപ്പോൾ പോകണമെന്നില്ലല്ലോ. ആദ്യം മേടിച്ചുകൊണ്ട് ഒരു ദിവസം നേരെ അങ്ങ് അവിടെ ചെന്ന് ഇത് സാധിച്ച് കിട്ടിയില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ എന്നെ കൂടി ഇരുത്തി. ഇതെല്ലാം ദൈവരാജ്യം ചെല്ലുമ്പം ജേക്കബ് വേണം, പത്മനാഭൻ വേണം, നമ്മളെ ഞാൻ എല്ലാം ഒത്ത് കിട്ടണം. അപ്പോൾ ചെന്നപ്പോൾ വിളിച്ച് ജേക്കബിനെ അദ്ദേഹത്തിനെ തന്നെ വിളിച്ചു പറഞ്ഞ്, ഇയാളാ പറയുന്നത്, ഇയാൾ വലിയ കാര്യത്തെ എന്നാണ്ട് എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ ട്രാൻസ്ഫർ വന്നപ്പം കൊല്ലം DDക്ക് എഴുതി കൊടുത്ത് ഇതുവരെ ചെയ്തില്ലല്ലോ. ചെയ്തില്ല, ഇല്ല. അപ്പം പുള്ളി അദ്ദേഹം ഉണ്ടോ അവിടെ? അപ്പം ഉണ്ട്. ഇങ്ങോട്ടൊന്നും ഇവിടെ വിട്ടേക്കാൻ പറഞ്ഞു. നമ്മളെ ആപ്ലിക്കേഷൻ വേണമല്ലോ, അല്ല കൊടുത്ത് അത് മേടിച്ച് അദ്ദേഹം ഏതാണ്ടൊക്കെ എഴുതിയിട്ട് അവിടെ തന്നെ അങ്ങ് വെച്ച്. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഓർഡർ ഇവിടെ വന്ന്, ഇവിടെ അപ്പുറത്തൊരു ഹൈസ്കൂളുണ്ട്, നമ്മുടെ AVHS ഹൈസ്കൂൾ. ലതയ്ക്ക് ആ സ്കൂളിലോട്ട് അവിടെ നിന്ന് വേറെ ആരാണ്ട് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാനുമായിട്ട് ഗവൺമെൻറ് ഓർഡർ ആക്കി വന്നത്. അപ്പോൾ അത് എന്ത് കാര്യത്തിന് എനിക്കൊരാവശ്യത്തിന് പത്മനാഭൻ്റെ കാര്യം ഓർത്തുകൊണ്ട് നമ്മൾ ചെന്നാൽ, ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ട്രാൻസ്ഫർ അദ്ദേഹത്തിൻ്റെ കാര്യം ഓർത്തുകൊണ്ട് ചെന്ന് വേറെ തമിഴ്നാട് വഴി നമ്മളത് ചെയ്തു. ഇപ്പം ലതയുടെ കാര്യം അതുപോലെ ചെയ്തു. എന്നിട്ട് എന്നോട് പിന്നെ പറഞ്ഞിടാ നീ പോ, അത് ഓർഡർ ആയിക്കോളെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പോട്ടെ പോവും. അപ്പം അങ്ങനെ ട്രാൻസ്ഫർ തിരിച്ച് ലതയ്ക്കുള്ള ട്രാൻസ്ഫർ കിട്ടി. തിരിച്ച് മരുമോനും വേറെ ഒരു കൂട്ടുകാരനും ഭാര്യയൊക്കെ കൂടെ ഒരു ടൂറ് പോയി. കന്യാകുമാരിയിലൊക്കെ പോയിച്ച് വരുന്ന കൂട്ടത്തിൽ അവർ പത്മനാഭൻ്റെ വീട്ടിൽ കയറിയപ്പോൾ ഒരു കുഞ്ഞുണ്ട്. അവളെ മോനെ എടുത്ത് അവർ ചെന്നപ്പോൾ അവരോട് കാണിച്ച ആ ഒരു സ്നേഹവും ബഹുമാനവും അവളെന്താ പറയും, രാധചേച്ചി ഞങ്ങളെ അത്ര കണ്ട് എൻ്റെ മോനെ എടുത്തുകൊണ്ട് പോയി അപ്പുറത്ത് കൊണ്ടുപോയി കുളിപ്പിക്കുകയും ബാത്റൂമിൽ കയറ്റി നിൻ്റെ അച്ഛൻ വന്നാൽ കുളിക്കുന്നത്, എൻ്റെ അപ്പൂപ്പൻ വന്നാൽ കുളിക്കുന്നത് ഇതാണെന്ന് പറയുകയും
എന്തോ ഒരു സ്നേഹമായിട്ടാണ് നമ്മളിടാ സ്നേഹം കാണിക്കാതിരിക്കാനൊക്കെ ഒത്തിരിടാ മോളോട് ഞാൻ പറഞ്ഞു കാണിക്കും. നമ്മളതുപോലല്ലേ അവരെ സ്നേഹിക്കുന്നത്. അപ്പം സ്നേഹത്തിന് അതിനേക്കാട്ടിലും ഉപരിയാണെന്ന് എൻ്റെ ഭാര്യ എൻ്റെ മോളോട് കാണിച്ചത്. അവളെപ്പോഴും അത് പറയും. ഈ കാര്യം പറഞ്ഞാൽ ഉടനെ അവൾ ഈ കാര്യമാണ് അവൾക്ക് പറയാനുള്ളത്. അവളോട് അന്നത് കാണിച്ച ഒരു സ്നേഹം അവൾ മറക്കത്തില്ലൊരു കാലത്തും അത്. പിന്നെ എൻ്റെ മകൻ്റെ കല്യാണത്തിനായാലും മോളെ കല്യാണത്തിനായാലും എല്ലാം അവർ വരികയൊക്കെ ചെയ്ത് പറ്റരാൻ മരിച്ചതിന് ശേഷമാണ് എൻ്റെ മോൻ്റെ കല്യാണം നടക്കുന്നത്. പോട്ടെ അവിടെ നിൽക്കുന്നത്. തിരിച്ച് പിന്നെ വന്നിട്ട് വീട്ടിൽ വന്ന് ആഹാരമെല്ലാം കഴിച്ചിട്ട് പോയതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇത് വന്നപ്പോൾ എനിക്കൊരു മുണ്ട് എനിക്ക് ഇതായിട്ട് കൊണ്ടുപോകും. ഞാൻ ചോദിച്ചാൽ എന്തിനാരായത് എടാ ഇത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി തരിക. ഇത് ഞാൻ മോഹൻലാലിന് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാണ്. മോഹൻലാൽ അത് പിന്നെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ ചികിത്സയിലാണ്. അയാളെ കാണാനായിട്ട് ഞങ്ങൾ പോകാൻ നേരം ഈ മുണ്ടും കൂടെ എടുത്തുകൊണ്ട് പോയി മോഹൻലാലിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ് എടുത്തു വെച്ചപ്പം മോഹൻലാലിൻ്റെ ഭാര്യയുടെ അമ്മ പറഞ്ഞ് ആശുപത്രി സുഖമില്ലാതെ കിടക്കുന്ന ഒരാളിന് കോടി തുണികൾ കൊണ്ട് കൊടുത്തുവിടാം. എന്നാൽ പിന്നെ വേണ്ട അതവിടെ വെച്ചിട്ട് മോഹൻലാലിനെ പിള്ളേരും കുഞ്ഞുങ്ങൾ പോയി കാണാനായിട്ട് ചെന്നപ്പം എടുത്ത വാക്കിന് മോഹൻലാൽ ചോദിച്ചു എന്നാണ് പറയുന്നത്, പപ്പേട്ട ഒന്നും ഇല്ലയോ ഓണമായിട്ട് എനിക്കൊന്നും ഇല്ലയോ. അവർ രണ്ടുപേരും പരസ്പരം ഭാര്യ ഭർത്താവിടെ കണ്ടി നോക്കുക. ഇത് ചെയ്യാനാണ് രാമയെ മേടിച്ചാൽ മോഹൻലാലിൻ്റെ ഈ ചോദ്യവും. പക്ഷേ തിരിച്ചു വരുമ്പോൾ ഒരു പ്രാവശ്യം അവർ വരുമ്പോൾ ആ മുണ്ടാണ് എനിക്ക് കൊണ്ടു തരുന്നത്. അങ്ങനെ ഞാനത് പൊന്നുപോലെ വളരെയധികം സന്തോഷത്തോടു കൂടി ആ മുണ്ട് കൊടുക്കുകയും നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഈ മുണ്ട് ഭാര്യ ഞാനുമായിട്ടൊരു 10 വർഷത്തെ ഇതുണ്ട് പ്രായത്തിൻ്റെ. അപ്പം അയാൾ പെൻഷനായതിന് ശേഷം ഞാൻ പെൻഷനായതിന് ശേഷം 10 വർഷം കഴിഞ്ഞിട്ട് അയാൾ പെൻഷൻ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വീട്ടിലുള്ളൂ. അങ്ങനെ പിള്ളേരുമാണ്. ഞാനെന്ത് ചെയ്തു ഈ മുണ്ട് കൊടുത്ത ഞാൻ വിചാരിച്ചു കഴുകിക്കളയാം എന്ന് കരുതി ഞാൻ ആ മുണ്ട് കഴുകി എനിക്ക് ഒരു തശയെ കൊണ്ട് വിരിച്ചപ്പോൾ ആ മുണ്ട് സ്വല്പം കീറിപ്പോയി. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് അത് നനച്ച് വിരിക്കുകയായിരുന്നു. അപ്പോൾ കീറിയപ്പോൾ ഞാനങ്ങ് മനസ്സുകൊണ്ട് വളരെ വിഷമിച്ചു. അത് കീറിപ്പോയത് ഇത്ര കഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ട് നമ്മുടെ ഗേറ്റിന് ഒരാൾ വന്ന് തിരിച്ചു. അവനങ്ങ് വീട്ടിൽ വന്നു. പള്ളിക്കുടമുക്കിലുള്ള ഒരു ദേവരായൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനാണ്. അത് ചിലരോട് പറഞ്ഞു, ചിത്രേണ്ണോ നമ്മുടെ പത്മരാജൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോട്ടടോ നമുക്കെന്തോ വേണം. അപ്പോൾ എൻ്റെ ധാരണ എന്തുവാ ഇല്ല കോൺഗ്രസിൻ്റെ ഒരു നേതാവുണ്ടല്ലോ CV പത്മനാഭൻ, അദ്ദേഹമാണെന്നാ ഞാൻ ഇല്ല. ഞാൻ പറഞ്ഞു പോട്ടടോ ഇയാൾക്കെന്തോ വേണം നമുക്കെന്തോ വേണം. അല്ല ചിത്രേണ്ണ നമ്മുടെ പത്മരാജനാണ്. ഞാൻ പറഞ്ഞു എന്തുവാ രത്തനോ എന്തുവാണോ പറയുന്നത്. ആദ്യം ചിത്രേണ്ണ ഒരു വണ്ടിയുടെ വാർത്തയൊന്ന് വെച്ചതെന്ന് പറഞ്ഞു. ഒരു വണ്ടിയുടെ വാർത്ത വെച്ചപ്പോൾ കേൾക്കുന്നത് പത്മരാജൻ്റെ മരണമാണ്. എന്താ കേൾക്കുന്നത് ഇവ എൻ്റെ ഇല്ലേ ആ മുണ്ട് കയറിയത്. ഒരു ദുർലക്ഷണമായിരുന്നത് ആ മുണ്ട് കയറിയല്ലോ. അപ്പം അത് നമുക്ക് എല്ലാവരും ഊഹിക്കാമല്ലോ. അത് ആ സമയത്താണ് അങ്ങനെ ഞങ്ങൾ അതേക്കൂടെ അവിടെ അവനൊക്കെ വീട്ടിൽ ചെന്നു. അപ്പോഴുണ്ട് പത്മനാഭൻ്റെ ഭാര്യ അടുക്കളയിൽ 10 റൂമുണ്ട് അതിൽ കിടക്കുന്നു. സിനിമാ നടി പാർവതി മടിയിൽ കിടക്കുന്നു. ഞങ്ങൾ എന്നാ പറഞ്ഞു അപ്പുറത്ത് കിടക്കുന്നു പോയി കാണ് ഒക്കെ മുറി കിടപ്പുണ്ട്. രുചികരമായിട്ട് ഭക്ഷണം ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്തതല്ലേ പോയി നോക്ക് പോയി. നമുക്ക് അവളെ അവസാനിപ്പിക്കാം. അങ്ങനെ പോയി.
എനിക്കിനി പറയാനുള്ളത് ഞങ്ങളുടെ അഗസ്റ്റിൻ സാറിനോടും ഇപ്പം ഈ ഫിലിം ഇതൊക്കെ പിടിക്കാൻ വന്നവരോടും എനിക്ക് വലിയ കടപ്പാട്. ഇത് ഈ അഗസ്റ്റിൻ സാറ് ഇതൊരവസരം എനിക്ക് തന്നല്ലോ. ഓരോ ഓർമ്മ.